നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളർ. ഇന്നത്തെ വീഡിയോ അതായത് 25/6/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില മിന്നൽ വേഗത്തിലാണ് ഇടിഞ്ഞത്. ഒരു ഗ്രാമിന് മുകളിൽ 255ഉം ഒരു ഭവന് മുകളിൽ 2040 രൂപയാണ് കുറഞ്ഞത്. ഇനി 22 ക്യാരറ്റ് 12,845, ഒരു ഭവന് 1,02,760. അതുപോലെ 24 ക്യാരറ്റ് 14,013, ഒരു ഭവന് 1,12,104. അതുപോലെ 18 ക്യാരറ്റ് 10,510, ഒരു ഭവൻ 84,080 രൂപയാണ്. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്തായാലും അവസാനം US-ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക പരിഹാരമാവുകയും ഹോർമുസ് വഴിയുള്ള ക്രൂഡ് ഓയിൽ നീക്കം പുനരാരംഭിക്കുകയും ചെയ്തതോടെ വിപണികൾക്ക് വളരെയേറെ ആവേശം. എണ്ണവില യുദ്ധത്തിന് മുമ്പുള്ള വിലയിലേക്ക് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക ആൾക്കാരും. റബ്ബർ വില നോക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വില കുറയുന്നതോടുകൂടി കേരളത്തിലും വില കുറയുകയാണ്. അതിന് ചൂട് പിടിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം റബ്ബർ ടാപ്പിംഗ് പോലും ശരിയായി നടക്കുന്നില്ല. വിപണിയിലേക്ക് ശരിയായ രീതിയിൽ റബ്ബർ ഷീറ്റും വരുന്നില്ല. ഇന്നത്തെ വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS കിലോ 272, RSS കിലോ 267, ISN-ൻ്റെ 228, ലാറ്റക്സ് 60% 168.55. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS കിലോ 272, RSS കിലോ 267. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS കിലോ 262, RSS കിലോ 259. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 287.75, RSS കിലോ 287.32. റബ്ബർ വില നോക്കുമ്പോൾ രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപയാണ് RSS 4-ലും 5-ലും കുറഞ്ഞത്. അതേസമയം വിദേശത്തെ വിലയും കുറഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നു. ദേശവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ സംസ്ഥാനത്ത് ജൂൺ 28 ഞായറാഴ്ച നടക്കും. 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവയുൾപ്പെടെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ അടുത്തുള്ള സ്ഥലങ്ങളിൽ ബൂത്തുകൾ ഉണ്ടായിരിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവമേളകളിലെ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിലാകും ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കുക. എന്നാലും ഈ അവസരം ഉപയോഗിക്കുക. പോളിയോ ഇല്ലാതാക്കാം, ഭാവി സുരക്ഷിതമാക്കാം. സൗകര്യം പ്രയോജനപ്പെടുത്തുക. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.